ഇതെന്താണെന്നറിയാമോ? ഇത് നാരങ്ങയുടെ തോടാണ്. നീരൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ കളയാൻ വേണ്ടി എടുത്തിരിക്കും. എല്ലാവരും അങ്ങനെയാണല്ലോ, നീരെടുത്തതിന് ശേഷം ഈ തോടം കളയുകയല്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ പാത്രം കഴുകാനോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞാനിതൊന്ന് അച്ചാർ വയ്ക്കാനായിട്ടാണ് പോകുന്നത്. ഇതിൽ ഈ തോടിൻ്റെ കൂടെ 1-2 മുഴുവൻ നാരങ്ങയും കൂടെ ഞാനൊന്ന് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കഴുകി നല്ലവണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതിനെ ഞാനൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ. തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം അങ്ങ് മാറ്റിക്കളയണം. കാരണം അതിന് ചെറിയൊരു കയ്പുണ്ടായിരിക്കും. അപ്പോൾ അത് മാറ്റിയതിന് ശേഷമാണ് ഞാൻ അച്ചാർ വയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലോട്ട് ഒരു സ്റ്റീൽ ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിന് ഉപ്പും ഇട്ടിട്ടുണ്ട്. ഞാനിതിലോട്ട് അങ്ങോട്ട് തട്ടുവാണേ. തട്ടി ഞാനിതൊന്ന് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ. നമ്മൾ അടുപ്പത്ത് വെച്ചിരുന്ന നാരങ്ങയുടെ തോട് എല്ലാം നല്ലവണ്ണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിനൊന്ന് മാറ്റി അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി മാറ്റിയിട്ട് ഞാൻ നാരങ്ങയൊന്ന് എടുക്കട്ടെ. വെള്ളമെല്ലാം തുവർത്തി ഞാനൊന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പി വെച്ചിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കടുക് താളിച്ചെടുക്കട്ടെ. കടുക് താളിക്കാനായിട്ട് കുറച്ച് ഉലുവയും കുറച്ച് കടുകും ഒരു വറ്റൽ മുളകും നല്ലെണ്ണയിൽ നല്ലവണ്ണം കടുക് താളിച്ചിട്ടുണ്ട്. ആ സമയം തന്നെ കുറച്ച് വെളുത്തുള്ളി നീളത്തിന് അരിഞ്ഞും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം വേണം ഇട്ട് കടുക് താളിച്ച ഉടൻ തന്നെ ഇതൊന്ന് ഇട്ട് വഴറ്റണം. ബ്രൗൺ നിറാവുന്നത് വഴറ്റിയതിന് ശേഷം വേണം നമുക്ക് നാരങ്ങ ഇടാനായിട്ട്. ഇതൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ആ സമയം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി അതിലോട്ടൊന്ന് ഇടണം. ഒരു ചെറിയ ബ്രൗൺ നിറാവുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാവേ. വെളുത്തുള്ളിയൊക്കെ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് വെച്ചിരുന്ന നാരങ്ങയുടെ തോടും നാരങ്ങയും തോട് മാത്രമല്ല 1-2 നാരങ്ങയും കൂടെ ഉണ്ടായിരുന്നു, അതും എല്ലാം കൂടെ ഈ എണ്ണയിലോട്ടിട്ട് കുറച്ചുകൂടെ വേവട്ടെ. അതിന് മുന്നായിട്ട് കുറച്ച് ഉപ്പും ഒരല്പം കായപ്പൊടിയും കൂടെ ഞാനൊന്നങ്ങോട്ട് ഇടുവാണേ. ഇത് ജസ്റ്റ് ഒരു 5 മിനിറ്റ് വെന്തെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാം. ജസ്റ്റ് വേവട്ടെ. വേവാനല്ല, ഇതെല്ലാം ഇതിലൊന്ന് പിടിക്കാനായിട്ട്. കാരണം നാരങ്ങ നല്ലവണ്ണം വെന്തിരിക്കുവാണ്. ഇനി അത് വേവാനായിട്ടൊന്നുമില്ല. എന്നാലും ഒരു 2 മിനിറ്റ് ഇതൊന്ന് കിടക്കട്ടെ. അത് കിടന്ന് വേവുന്ന സമയത്ത് ഞാനത് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ 2.5 സ്പൂൺ മുളക് പൊടി ഇടുവാണേ. നല്ലവണ്ണം ചൂടുവെള്ളമാണ് എടുക്കേണ്ടത്. എടുത്തിട്ട് ഞാനൊന്ന് നാരങ്ങയിലോട്ട് നമുക്ക് ഈ കൂട്ടിനെ അങ്ങോട്ട് ഒഴിക്കാവേ. ഈ നാരങ്ങയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കലക്കി വെച്ചിരുന്ന കൂട്ട് ഇതിലോട്ടൊന്ന് ഒഴിക്കുവാണേ. എല്ലാത്തിലും നല്ലവണ്ണം ഈ നാരങ്ങയിലെല്ലാം ഈ കൂട്ടൊന്ന് പിടിക്കട്ടെ. ഇനി ഒരു 2 മിനിറ്റ് അടച്ചിടാം. അപ്പോൾ എല്ലാം നല്ലവണ്ണം ഉപ്പും ഇതെല്ലാം ഈ മുളകും എല്ലാം ഈ നാരങ്ങയിൽ പിടിച്ച് നല്ല റെഡിയാവും. 2 മിനിറ്റ് അടച്ചിടാവേ. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, അടിപൊളി നാരങ്ങ അച്ചാർ, നല്ല കൊഴുത്ത നാരങ്ങ അച്ചാർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കയ്പോ ഒന്നും വരത്തില്ല. നല്ല മണവും ഉണ്ട്. വെളുത്തുള്ളിയുടെ നാരങ്ങയുടെ ഒക്കെ നല്ല മണമുണ്ട്. നമുക്ക് അവസാനം ഈ പുളിപ്പും ചെറിയൊരു കയ്പും എരിവും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം പഞ്ചസാര കൂടെ അതിലോട്ടൊന്ന് ഇടാവേ. പഞ്ചസാര അല്ല ശർക്കരയാണെങ്കിലും അത് മതി. ഒരല്പം പഞ്ചസാര കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതിനെ ജസ്റ്റ് ഇളക്കി വയ്ക്കാം. പഞ്ചസാര അല്ല വിനാഗിരി ഒഴിച്ചാലും മതി. ഞാൻ വിനാഗിരി ഒഴിക്കത്തില്ല, എനിക്കത്ര വിനാഗിരി അത്ര താല്പര്യമില്ല. അതുകൊണ്ട് നല്ല അടിപൊളി നാരങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന നാരങ്ങകളെല്ലാം നാരങ്ങയുടെ തോട് കൊണ്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊന്നും അതൊന്നും നോക്കാൻ കടയിൽ നിന്ന് എന്തെല്ലാം ചേർത്ത് വരുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അതേസമയം നമ്മൾ ഈ ചൂട് സമയത്ത് എല്ലാവരും നാരങ്ങ വീട്ടിൽ പിഴിഞ്ഞ് നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കുന്നവരാണ്. അതിൻ്റെ തോട് കളയാതെ ഇങ്ങനെ ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കൂ. അടിപൊളിയായിരിക്കും. നമുക്ക് കാശ് കൊടുത്ത് വെളിയിൽ നിന്ന് അച്ചാർ വാങ്ങുകയും വേണ്ട. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യണേ. ബൈ.